ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് പേജിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. നിലവിൽ നമ്മൾക്ക് ഇത്ര ഫോളോവേഴ്സ് വേണമെന്ന് യാതൊരു ക്രൈറ്റീരിയയും ഫേസ്ബുക്കിലില്ല. നമ്മൾക്ക് ആ ടൂൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏർണിങ്സ് ലഭിക്കാൻ സാധ്യത ഉണ്ടാവും, അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ. എന്നിരുന്നാലും ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഫോളോവേഴ്സ് അത്യാവശ്യം വേണ്ടത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും റീൽസോ ഫോട്ടോസോ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റ്ലീസ്റ്റ് കുറച്ച് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് മുകളിലേക്ക് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ടും ഫോളോവേഴ്സ് അത്യാവശ്യം തന്നെയാണ്. നമ്മളുടെ ഫോളോവേഴ്സിലേക്കാണ് ആദ്യം നമ്മുടെ റീൽസ് ആയാലും വീഡിയോ ആയാലും ഫോട്ടോ ആയാലും പറ്റില്ല അവർ ലൈക്കും കമന്റ് ഒക്കെ ഇട്ടിട്ടാണ് അത് മുകളിലേക്ക് പോലെ. ഓക്കെ, നമുക്ക് ഫോളോവേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അത് ലൈക്കും കമന്റ് ഒക്കെ ഇടാൻ ആരും ഇല്ലെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ ഡൗൺ ആയി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-4 ടിപ്സ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ ഈ പ്രൊഫൈൽ പേജിന്റെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 3 ഡോട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇൻവൈറ്റ് ഫ്രണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈലിലുള്ള ഫ്രണ്ട്സിന്റെ ഭാഗത്തേക്ക്, അതായത് നമ്മുടെ പ്രൊഫൈലിൽ എത്രത്തോളം ഫ്രണ്ട്സ് ഉണ്ട്, 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ 5000 ഫ്രണ്ട്സിനും നമ്മൾക്കിവിടെ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ പ്രൊഫൈലിലേക്ക് നമ്മുടെ ഇൻവൈറ്റ് പോകുന്നതായിരിക്കും. അവർ കണ്ടിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ഒരു ഫോളോവർ ആയിട്ട് നമ്മുടെ പേജിലേക്ക് വരുന്നതായിരിക്കും. നിലവിൽ ഇവിടെ 12 ഉള്ളൂ. ഞാൻ ഓൾറെഡി എല്ലാവർക്കും ഞാൻ ഇൻവൈറ്റ് ചെയ്ത് എൻ്റെ ഈ പേജിലേക്ക് ഫോളോവർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ 12 കാണുന്നത്. നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 1000 ഇവിടെ കാണിക്കും. സെലക്ട് 1000 ഒരുമിച്ചിട്ട് കാണിക്കും, പിന്നെ അതിനുശേഷം പിന്നെ 1000 കാണിക്കും, പിന്നെ അതിനുശേഷം 1000 കാണിക്കും. അതായത് 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 5000 ആൾക്കാർക്കും നമുക്ക് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പോകേണ്ടത് നമുക്ക് ഈ പേജിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് പിന്നെ നമ്മൾ പോകേണ്ടത് ഈ 3 ഡോട്ടിൽ പേജിന്റെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ പോകേണ്ടത് നമുക്ക് ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻഗേജ്മെന്റ് ഇവിടെ കാണാൻ സാധിക്കും. ഈ എൻഗേജ്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പീപ്പിൾ ടു ഇൻവൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് നേരത്തെ ഞാൻ നേരത്തെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിച്ചിരുന്ന ആ സാധനം, അതായത് ഇൻവൈറ്റ് ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സ്വിച്ച് നേരെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്, അതിവിടെയും വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ 3 ഡോട്ടിൽ പോയിട്ടും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ നേരത്തെ അത് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ താഴെ നമുക്ക് ഇൻവൈറ്റ് പീപ്പിൾ ഹൂ റിയാക്റ്റഡ്, അതായത് നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോക്കായാലും റീൽസിനായാലും ആരൊക്കെയാണ് ലൈക്കും കമന്റ് ചെയ്യുന്നത്, നമ്മുടെ ഫോളോവർ അല്ലാത്തവര് ആരൊക്കെയാണ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. അതായത് നമുക്ക് ഇത് ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഈ ഫോട്ടോക്ക് 47 പേര് കമന്റും ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇൻവൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 47 പേർക്കും എൻ്റെ ഇൻവൈറ്റ് പോകുന്നതായിരിക്കും. അവർ എൻ്റെ ഇൻവൈറ്റ് കണ്ടിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫോളോവർ കൂടാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ ഇവിടെ 7 പേരുണ്ട്. ഈ ഒരു റീൽസിന് ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും എൻ്റെ ഇൻവൈറ്റ് പോകുന്നതായിരിക്കും. അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൂടുന്നതായിരിക്കും. താഴെയുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവൈറ്റ് ഇതിൽ ചെയ്തവര് 2 പേര് ചെയ്തിട്ടുണ്ട്, അവർക്കും ഇൻവൈറ്റ് പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾക്ക് മൂന്നാമത് ഇവിടെ കാണാൻ സാധിക്കും കോപ്പി എന്നുള്ള ഭാഗത്ത്. ഇവിടെ നമ്മുടെ പേജിന്റെ ലിങ്ക് ആണ്. ഇവിടെ കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പ് ത്രൂവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ത്രൂവോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ലിങ്ക് അയക്കണമെങ്കിൽ ലിങ്ക് അയച്ചിട്ട് അങ്ങനെ ഫേസ്ബുക്കിൽ നമുക്ക് ഫോളോവറിനെ കൂട്ടാം. പിന്നെ 4ാമത്തെ ടിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടിപ്സ്. അതായത് നമ്മൾ ഡെയിലി റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകാരം നമ്മൾക്ക് ഫോളോവറിനെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഫോട്ടോയും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റീച്ച് ആവണമെന്നില്ല. പക്ഷെ റീൽസ് നല്ലൊരു കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ റീൽസിന്റെ സൈഡിൽ തന്നെ നമ്മുടെ യൂസർ നെയിമിന്റെ സൈഡിൽ തന്നെ ഫോളോ എന്നുള്ള ബട്ടൺ ഉണ്ട്. അത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവരെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ഫോളോവറും കൂടുന്നത്. നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് റീൽസ് വൈറലായാൽ മതി. 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് 5000 10,000 ഫോളോവേഴ്സ് ഒറ്റ അടിക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട്.
ഞാനൊക്കെ അനുഭവസ്ഥനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 4 ടിപ്സ് നിങ്ങൾ ഡെയിലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള സാധ്യത ഉണ്ട്, ഫോളോവേഴ്സിനെ കൂട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് മസ്റ്റായിട്ടും ഫോളോവറിന് ആവശ്യമുള്ളതാണ്, പേജിലായാലും പ്രൊഫൈലിലായാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ഇടുന്ന കണ്ടന്റിനെ പെട്ടെന്ന് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടാവണം. അതായത് നമുക്ക് ടൂൾസിന് വേണ്ടിയിട്ട് ഇപ്പൊ നിലവിൽ, അതായത് മോണിറ്റൈസേഷനോ വേണ്ടിയിട്ട് നിലവിൽ ഫോളോവറിന്റെ ക്രൈറ്റീരിയ ഇല്ലെന്നുണ്ടെങ്കിലും നമ്മളുടെ കണ്ടന്റിനെ നല്ല രീതിയിൽ റീച്ചിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫോളോവറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.